നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കണം. കാരണം യേശു നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ധൈര്യമായി, വാക്കായി, ചൈതന്യമായി പരിശുദ്ധാത്മാവൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആരെയും ഒന്നിനെയും ഭയപ്പെടണ്ട. നീ ഞങ്ങളെ ഇയാൾക്ക് കാട്ടിക്കൊടുക്കുന്നോ? യോഹന്നാൻ, നിങ്ങൾ എന്നെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഈ സഹോദരനെ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ സാവൂളിനെ ആർക്കാണ് അറിയാത്തത്? ജെറുസലേമിന്റെ തെരുവോരങ്ങളിൽ നമ്മുടെ സഹോദരന്മാരുടെ ചോര ഇനിയും ഉണങ്ങിയിട്ടില്ല. ഇയാൾ കൊന്നൊടുക്കിയ നമ്മുടെ വിശ്വാസികളുടെ കൂട്ട നിലവിളി ഇപ്പോഴും ഈ കാതുകളിൽ മുഴങ്ങുകയാണ്. നമ്മുടെ സഹോദരന്മാരെ കൊന്നൊടുക്കാനുള്ള തിട്ടൂരവും വാങ്ങി ഡമാസ്കസിലേക്ക് ഇയാളും സംഘവും യാത്രയായത് പരസ്യമായാണ്. സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ നേതൃത്വം നൽകിയവൻ, എന്നെയും പത്രോസിനെയും ക്രൂരമായി മർദ്ദിക്കാൻ മുന്നിൽ നിന്നവൻ ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. എന്തിനു ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ബലഹീനരായ മനുഷ്യർ. കൊല്ലപ്പെട്ട സഹോദരങ്ങളെ പ്രതി ഞങ്ങൾ ഇയാളെ... സൗൾ, ഇത് പ്രാർത്ഥന കൊണ്ട് വിശുദ്ധമായ സ്ഥലമാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിന്റെ ശിഷ്യന്മാരാണ് ഞങ്ങൾ. ഈ സ്ഥലവും ഞങ്ങളുടെ ചിന്തകളെയും അശുദ്ധമാക്കാതെ കടന്നു പോവുക. യേശുവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. യേശു? അതെ, എന്റെ രക്ഷകൻ. യേശു എങ്ങനെ നിന്റെ രക്ഷകനാവും? യേശു എന്റെ മാത്രമല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷകനാണ്. ആ തിരിച്ചറിവ് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാനുള്ള തന്റെ ഇടത്തോടു കൂടിയാണ് പൗലോസ് എന്റെ സഹോദരന്മാർക്ക് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്തായിട്ട് ഡമാസ്കസിലേക്കുള്ള മാർഗമധ്യേ നമ്മുടെ കർത്താവ് ശോഭിച്ചയാൽ വിളിക്കപ്പെട്ടു പൗലോസ്. യേശുവിന്റെ പ്രകാശത്താൽ ആനയിക്കപ്പെടുന്നവനാണ് ഞാൻ, യേശുവിന്റെ ആത്മാവിനാൽ ആനയിക്കപ്പെടുന്നവൻ. അതെ, ഡമാസ്കസിൽ വെച്ച് അനന്യാസിൽ നിന്നും സ്നാനം സ്വീകരിച്ചു പൗലോസ്. പൗലോസിനെ കണ്ടാൽ കൊന്നുകളയുവാൻ കൽപ്പനയുണ്ടായി. അവിടെ നിന്നും നമ്മുടെ സഹോദരങ്ങളാൽ രക്ഷിക്കപ്പെട്ട് ഓടി വന്നതാണ് പൗലോസ്. ക്രിസ്തുവിന്റെ സഹനത്തിന്റെ പാതയിൽ നിന്നും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. സഹോദരനായ പത്രോസ്, എന്റെ മുൻകാല ചെയ്തികളെ പ്രതി ഈ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ. യേശുവിന്റെ സ്നേഹത്തെ പ്രതി അങ്ങയെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകാൻ ആഗ്രഹിക്കുന്നു ഞാൻ. തെറ്റേറ്റു പറയുന്നവൻ പാപമോചനത്തിന് അർഹനാണെന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ പ്രഥമ ശിഷ്യന്റെ കാൽക്കൽ ഞാൻ. കാണാതായ ആടിന്റെ മുടിയനായ പുത്രന്റെ ഉപമ ഗുരുനാഥന്റെ നാവിൽ നിന്നും കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരെ, ഞാനിതാ നിങ്ങൾക്ക് മുൻപിൽ. വിശുദ്ധ പൗലോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ പൗലോസ്. ജന്മമായി മാറിയ സ്നേഹ വിശുദ്ധ പൗലോസ്, വിശുദ്ധ പൗലോസ്, അഗ്നിപ്രിയനായ അപ്പോസ്തലൻ.